ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഐ ഹോപ്പ് യു ഓൾ ആർ ഡൂയിങ് വെൽ. ഇന്നത്തെ വീഡിയോ ക്ലാസിക്കൽ ഡാൻസ് ഭരതനാട്യത്തിൻ്റെ ഹെയർ സ്റ്റൈലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. അതിൻ്റെ മുമ്പ് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമും ഫോളോ ചെയ്യുക. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. ഫസ്റ്റ് ചെയ്യേണ്ടത് ക്രൗണിൽ കുറച്ച് ഹെയർ എടുത്ത് ബാക്കോം ചെയ്യുക. എന്നു വെച്ചാൽ ഇതിന് രാക്കുടി എന്ന് പറയുക കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ബണ്ണിൽ ഫിക്സ് ചെയ്തതാണ്. അപ്പോൾ അതിന് ശേഷം അതിനെ നമ്മുടെ ബാക്കോമിന് മേലെ അത് വെച്ച് നല്ലപോലെ യൂപ്പിന് വെച്ചിട്ട് നല്ലപോലെ അത് ടൈറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അത് ചുറ്റും യൂപ്പിന് തന്നെ നല്ലപോലെ ഫിക്സായിട്ട് ഇരിക്കണത്. ഓക്കെ, അങ്ങനെ രാക്കുടി ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് നമുക്ക് ഹെയർ ജെല്ലെടുത്തിട്ട് മുടിയെല്ലാം നല്ലപോലെ ഒതുക്കുക കേട്ടോ. അപ്പോൾ അത് ഹെയർ ജെല്ല് ഏറ്റവും ബെസ്റ്റാണ്. അപ്പോൾ ബേബി ഹെയർ ഒക്കെ ഉണ്ടെങ്കിൽ സ്റ്റാൻഡ് ചെയ്യാതെ നല്ലപോലെ എല്ലാം നീറ്റായി നമുക്ക് ജെല്ലിട്ട് ഒതുക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് നല്ലപോലെ കോം ചെയ്യുക. പിന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, ഈ ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോൾ സെൻറ്റർ പാർട്ടീഷൻ ആയിരിക്കണം കേട്ടോ എടുക്കേണ്ടത്, രണ്ട് സൈഡിൽ. പിന്നെ നമുക്ക് ഫ്രണ്ടിൽ ഷോർട്ട് ഹെയറൊക്കെ ആണെങ്കിൽ അത് പിന്നീട് ഫിക്സ് ചെയ്യാം. ആദ്യം ലോങ് ഹെയറിനെ നല്ലപോലെ ബാക്കിലോട്ടൊക്കെ നല്ലപോലെ നീറ്റായി ഒതുക്കി നമുക്ക് ബ്രെയ്ഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിലുണ്ടല്ലോ ഓൺ ഹെയർ ചെയ്യാവുന്നതാണ്. നല്ല ലോങ് ആണെങ്കിൽ ഓൺ ഹെയർ തന്നെ ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ എല്ലാത്തർക്കും ഹാഫ് അങ്ങനെ ലെങ്ത്തൊക്കെ ആണെങ്കിൽ നമുക്ക് എക്സ്റ്റൻഷൻ വെക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടി സെപ്പറേറ്റ് ചെയ്ത് മോൾക്കാണെങ്കിൽ ഞാൻ അവളുടെ ഓൺ ഹെയർ തന്നെ ചെയ്തിട്ട് എക്സ്റ്റൻഷൻ സെപ്പറേറ്റ് ഞാൻ ഫിക്സ് ചെയ്തതാണ്. അത് വെയിറ്റേ ഇല്ല കേട്ടോ. കുട്ടികൾക്ക് ഇത് മതി. പിന്നെ വേറെ എക്സ്റ്റൻഷൻ ഉണ്ട് നമ്മുടെ ഹെയറിൽ കൂടെ തന്നെ പിന്നുന്നത്. അത് വലിയ കുട്ടികൾക്കൊക്കെ അത് ഓക്കെ ആയിരിക്കും. കുട്ടികൾക്കൊക്കെ ഇത് ബെസ്റ്റാണ് കേട്ടോ. തീരെ ബാക്കിൽ ഹെവി തോന്നത്തില്ല. നമ്മുടെ അവളുടെ ഓൺ ഹെയർ ചെയ്തിട്ട് പിന്നെ ഞാൻ അതിന് മേലെ ഇങ്ങനെ ഫിക്സ് ചെയ്തതാണ്. അതുകൊണ്ട് പിന്നൊക്കെ വെച്ച് അതിൽ ചരടുണ്ട് കേട്ടോ ബ്ലാക്ക്, അതിൽ കൂടെ കെട്ടി വെക്കാം. പോകത്തുമില്ല. നല്ല അതിൽ നല്ല ബ്രോച്ചസ് ഒക്കെ ഉണ്ട്. നല്ലതാണ് കേട്ടോ. അത് നല്ല നീറ്റുമാണ്. അതുപോലെ തന്നെ കാണാനും നല്ല ഭംഗിയുണ്ട്. എന്ന് വെച്ചാൽ നല്ലപോലെ അത് ഫിക്സ് ചെയ്ത് വെക്കുക കേട്ടോ. പിന്നൊക്കെ വെച്ച് നല്ലപോലെ കെട്ടി വെക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ചരടും ഉണ്ട്. ഓക്കെ, പിന്നെ അതിന് ശേഷം നമ്മൾ ഇതുണ്ട് താഴെ കുഞ്ചലൊക്കെ ഉണ്ട് കേട്ടോ ഇതിൽ തന്നെ ഈ ഹെയറിൽ. പിന്നെ നമ്മുടെ പിന്നെ ഷോർട്ട് ഹെയർ ഉണ്ടല്ലോ, നമുക്കത് പിന്നീട് ജെല്ല് വെച്ചിട്ട് പിന്നെ സെപ്പറേറ്റ് ആയിട്ട് ഇതിൽ കൂടെ അല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് അതിൻ്റെ ബാക്കിലോട്ട് പിന്നെ വെച്ച് നമുക്കത് നീറ്റാക്കി ഒതുക്കി വെക്കാവുന്നതാണ് കേട്ടോ. കുട്ടികൾക്ക് അത് ഹെയർ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കണേ. ആദ്യം പിന്നത്തെ കെട്ടി വെച്ചിട്ട് നമുക്കതാണല്ലോ ഏറ്റവും മെയിനായിട്ട്. കുട്ടികളാകുമ്പോൾ പ്രത്യേകിച്ച് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എന്നിട്ട് പിന്നെ ഈ ഷോർട്ട് ഹെയർ പിന്നീട് നമുക്കത് പിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. അത് അറിയത്തില്ല. അത് രണ്ട് പിന്ന് വെച്ചൊക്കെ നല്ലപോലെ ഫിക്സ് ചെയ്യാം. ഓക്കെ, പിന്നെ നെക്സ്റ്റ് നമുക്ക് ഹെയറിൻ്റെ ഓർണമെൻറ്റ്സ് ഒക്കെ വെക്കാം കേട്ടോ. അപ്പോൾ ഇതിന് സൺ മൂൺ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ മൂൺ എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിലായിരിക്കണം കേട്ടോ എപ്പോഴും വരേണ്ടത്. അപ്പോൾ ഈ സണ്ണാണ് റൈറ്റ് സൈഡിൽ കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പോൾ ഇതിലെല്ലാം നമ്മൾ മുമ്പ് തന്നെ ഈ നമ്മുടെ ബ്ലാക്ക് ചരട് കെട്ടി വെക്കണം കേട്ടോ. എന്നിട്ട് നമുക്കത് ബാക്കിൽ നമ്മുടെ പിന്നിയിട്ടല്ലോ അവിടേക്ക് നല്ലപോലെ കെട്ടി വെക്കാവുന്നതാണ് കേട്ടോ. നല്ല ടൈറ്റായി കെട്ടി വെക്കണം കേട്ടോ. അതാണ് ഏറ്റവും ഇത്. അല്ലെങ്കിൽ നമുക്ക് ലൂസായാലുണ്ടല്ലോ പിന്നെ അതെല്ലാം ഇങ്ങനെ അഴിഞ്ഞു വീണാൽ പെട്ടുപോകും. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ മൂൺ ലെഫ്റ്റ് സൈഡ്, സൺ റൈറ്റ് സൈഡ്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്ന ശേഷം ഇതാണ് മാട്ടി ചൂട്ടി. അറിയാലോ, നല്ല ഹെവിയാണ് കേട്ടോ. നല്ല ഹെവിയാണത്, കണ്ടില്ലേ. അപ്പോൾ അത് എന്നിട്ട് അത് ആ പാർട്ടീഷൻ എടുത്ത് അവിടെ അത് വയ്ക്കുക. എന്ന ശേഷം അതിലെല്ലാം ചരട് കെട്ടിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ബ്ലാക്ക് കളറിൽ. അപ്പോൾ ആദ്യം നമുക്ക് ആ മാട്ടിനെ ഈ നമ്മുടെ ക്രൗണിൽ ഇത് വെച്ചല്ലോ നമ്മുടെ ബണ്ണ്, അതിൽ വെച്ചു ആദ്യം ഒരു പിന്നൊക്കെ കുത്തി സ്ലൈഡ് കുത്തിയിട്ട് നല്ലപോലെ ആ ചരടിനെ അതിൽ റൗണ്ട് ചെയ്ത് നല്ലപോലെ ഫിക്സ് ചെയ്ത് നമുക്ക് കെട്ടി വെക്കാവുന്നതാണ് കേട്ടോ അതിൽ. എന്ന ശേഷം നമുക്ക് ഈ സൈഡിൽ ഇതുണ്ടല്ലോ ചൂട്ടി, രണ്ട് സൈഡിലും അതിൽ ചരടുണ്ട്, അതുപോലെ നല്ലപോലെ ഈ ബാക്കിലോട്ട് കെട്ടി വെക്കാം കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കുക, സെൻറ്ററിലായിരിക്കണം കേട്ടോ നമ്മുടെ ചൂട്ടിൻ്റെ അത് വരേണ്ടത്. അത് മൂവ് ചെയ്യാൻ പാടില്ല. അത് നല്ലപോലെ അതിൽ കെട്ടി വെക്കുക. അപ്പം ഫസ്റ്റ് തന്നെ നമ്മൾ ന്യൂ പാക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇതിലേക്ക് എല്ലാം ബ്ലാക്ക് ചരട് കെട്ടി വെക്കണം കേട്ടോ. അപ്പോൾ അത് ഈസി ആയിരിക്കും നമുക്ക് അന്നത്തെ ദിവസം ഇത് മേക്കപ്പ് ഇതിൻ്റെ ഹെയർ സ്റ്റൈലൊക്കെ ചെയ്യുമ്പോഴേ. പിന്നെ അത് എപ്പോഴും അത് ഫിക്സ് ആയിട്ട് ഞാൻ പെർമനൻ്റായിട്ട് വെക്കുക, എടുക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാം നല്ലപോലെ കെട്ടി നമുക്ക് വേണമെങ്കിൽ സ്ലൈഡും അതിൽ മേലൊക്കെ കുത്തി വെക്കുക. എന്നിട്ട് ഹെയർ സ്പ്രേ ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ലപോലെ അത് അവിടെ സ്റ്റേ ചെയ്തോളും. അപ്പം അത് മൂവ് ആകത്തില്ല. ഇത്രയെല്ലാം പിന്നുകുത്തി ചരടെല്ലാം കെട്ടിയ ശേഷം നല്ലപോലെ ഹെയർ സ്പ്രേ കൊണ്ട് അടിച്ചു കൊടുക്കുക. അപ്പം നമുക്കത് പോകുന്നുള്ള പേടിയേ വേണ്ട. ഓക്കെ,
പിന്നെ നെക്സ്റ്റ് ചെയ്യേണ്ടത് ആകുന്നതല്ല, പക്ഷേ ഇത് ഈസിയുള്ള വരുന്ന ശേഷം നോക്കിയുള്ളൂ. നമ്മുടെ ഫ്ലവർ ഇത് ആർട്ടിഫിഷ്യൽ ഫ്ലവറാണ്. അത് നമുക്ക് ബണ്ണിൽ കൂടെ റൗണ്ട് ചെയ്ത് കെട്ടിവെക്കാം. എന്നിട്ടിത് അത് വേറൊരു ടൈപ്പാണ്. ഇതിന് അറിയാമല്ലോ എവിടെയാണ് അതൊക്കെ കെട്ടിവെക്കേണ്ടതെന്ന് നോക്കിക്കൊള്ളുക. പിന്നെ ഇത് അതിൻ്റെ താഴെ. അപ്പോൾ ഇത്രയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ ഒന്നും അറിയത്തില്ല, ചരട് കെട്ടിയത് അറിയത്തില്ല. അപ്പോൾ നല്ല അതൊന്നും ഈസി ജോലിയല്ല കേട്ടോ. കാണുമ്പോൾ നല്ല പാടുണ്ട്. ഞാനൊരു ഹെയർ സ്റ്റൈലിസ്റ്റാണ്, എന്നിട്ട് എനിക്ക് ഇത്ര പാട് തോന്നണമെങ്കിൽ നോർമൽ പാരൻസിനൊക്കെ എത്ര ബുദ്ധിമുട്ടായി തോന്നുന്നു എനിക്കറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഹാർഡ് വർക്കാണ്. അതുപോലെ നമുക്ക് ഒത്തിരി ടെൻഷനുമാണ്, സമയത്തിന് തീരുവും വേണം. അങ്ങനെ ഹെയറിൻ്റെ ഇത് കഴിഞ്ഞു. അപ്പം നെക്സ്റ്റ് ജിമിക്കിയാണ് കേട്ടോ ഇടുന്നത്. അപ്പോൾ അതിനുശേഷം നല്ലപോലെ അതിൻ്റെ ഇതെല്ലാം തിരുവല്ല നല്ലപോലെ സ്ക്രൂ ചെയ്ത് വെക്കുക. നല്ല അത് ചിലപ്പോൾ ജിമിക്കൊക്കെ വലുതാണ് കേട്ടോ. അതിൻ്റെ കൂടെ സെറ്റിലൊക്കെ കിട്ടുന്നത് കുട്ടികൾക്കൊക്കെ അത് ഭയങ്കര തൂങ്ങിയിട്ട് അങ്ങനെ ഉണ്ടാവും. പക്ഷെ അതൊക്കെ ഇടുമ്പോൾ ഭയങ്കര പെയിനാണ് അവൾക്ക്. എന്നിട്ട് പിന്നെ ഞാനത് എങ്ങനെയോ ശരിയാക്കുമായിരുന്നു. എന്നിട്ട് പിന്നെ മറ്റേത് ഇതുണ്ടല്ലോ, അത് ഞങ്ങൾ ചരട് കെട്ടേണ്ട ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് നല്ല ഒരു നോർമൽ പിന്നെ സ്ലൈഡ് വെച്ചിട്ട് പിൻ ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ സ്ട്രെച്ചും ചെയ്യണ്ട, ജസ്റ്റ് ഒരു നോർമൽ ഇതിലായിട്ട് ജിമിക്ക് നോക്കുക എങ്ങനെ സ്ട്രെച്ച് ആയിട്ട് ഇരിക്കുന്നുണ്ടോ, നോർമൽ അങ്ങനെ നോക്കിയിട്ട് പിൻ ചെയ്ത് വെക്കാമെന്നാണ് കേട്ടോ. അങ്ങനെ രണ്ട് സൈഡും നല്ലപോലെ പിന്നെ കുട്ടികളുടെ കാര്യം പറയണ്ട, അവർക്ക് നല്ല ബോറടിച്ചു മതിയും. പക്ഷെ ഓക്കെ ആയിരുന്നു, നമ്മൾ ഹാപ്പി ആയിരുന്നു കേട്ടോ, എൻജോയ് ചെയ്തു. അപ്പോൾ നെക്സ്റ്റ് ഇടുന്നത് ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്ത് റെഡ് കളറാണ് കേട്ടോ. അപ്പോൾ അത് പ്രത്യേകിച്ച് അത് നമ്മളിത് ഇത് ലിപ്സ്റ്റിക്ക് ഇടുന്നത് ലാസ്റ്റിക്ക് വെച്ചു. എന്താണ് കുട്ടികൾ ഇടയ്ക്ക് ഫുഡ് കഴിക്കും, സ്നാക്സ് ഡ്രിങ്ക്സ് ഇതൊക്കെ ചെയ്യുമല്ലോ, കഴിക്കുന്നതല്ലേ. അപ്പോൾ പിന്നെ നമ്മളത് ലാസ്റ്റ് ഇടുന്നതാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. പിന്നെ അങ്ങനെ ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമുക്കൊരു ബഡ്സ് വെച്ച് കൊടുക്കുക അങ്ങനെ. അപ്പോൾ ലിപ്സ് തമ്മിൽ ജോയിൻ്റ് ആകാൻ സാധ്യതയില്ല. കുട്ടികളാകുമ്പോൾ ഒത്തിരി മൂവ്മെൻ്റ് ഒക്കെ ആകുമല്ലോ. അപ്പോൾ പിന്നെ ഇങ്ങനെ വെച്ചുകൂടെ നമുക്ക് നല്ലപോലെ അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ സ്പ്രെഡ് ആകാനൊന്നും സാധ്യതയില്ല കേട്ടോ. എന്ന ശേഷം പിന്നെ അത് കഴിഞ്ഞിട്ട് അത് മാറ്റിയിട്ട് നമുക്ക് കോർണറിലൊക്കെ നല്ലപോലെ പെർഫെക്റ്റായിട്ട് ഈവനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ പ്രത്യേകം ഷേപ്പെല്ലാം കൊടുക്കുക, മേലെ ലിപ് ലൈനിലൊക്കെ നല്ലപോലെ ഷേപ്പ് കൊടുത്ത് ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് പിന്നെ അതിന് ശേഷം എന്തെങ്കിലുമൊക്കെ സൈഡിൽ എന്തെങ്കിലും ഒന്ന് സ്പ്രെഡ് ആയിട്ടുണ്ടെങ്കിൽ ഈ ബഡ്സ് വെച്ചിട്ട് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്തത്. പക്ഷെ ചാൻസ് ഇല്ല കേട്ടോ സ്പ്രെഡ് ആകാൻ. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ലിപ്സ് ഗ്ലോസ് ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ അത് പിന്നെ